ഗുരുവായൂരപ്പ വിഗ്രഹത്തെ കൈകൊണ്ടു ഇടിച്ച മേൽശാന്തിയുടെ കഥ അറിയാമോ? വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂരിലെ മേൽശാന്തി ഭഗവാന് ആഭരണങ്ങൾ അണിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈ വിഗ്രഹത്തിൽ ഒന്നുകൊണ്ടു വേദനിച്ച തിരുമേനി ആ കൈകൊണ്ട് തന്നെ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ഒരു ഇടി കൊടുത്തു. കുറച്ചു സമയത്തിനു ശേഷം തിരുമേനിക്ക് വയറുവേദന എടുക്കുവാൻ തുടങ്ങി. എന്നാലും പൂജ മുടക്കിയില്ല. എന്നാൽ സമയം കടന്നു പോകും തോറും വേദന കൂടി വന്നു. എന്തു ചെയ്തിട്ടും വേദന മാറുന്നില്ല. ആ വേദന കൊണ്ട് തന്നെ തിരുമേനി എന്നും പൂജ ചെയ്യുവാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞു. അന്ന് ക്ഷേത്രത്തിൽ വില്വമംഗലം സ്വാമിയാർ എത്തി. സ്വാമിയാർ ക്ഷേത്രത്തിൽ എത്തുന്ന സമയങ്ങളിൽ അദ്ദേഹം തന്നെ ഭഗവാന് പൂജ നടത്താറുണ്ട്. നേരിട്ട് ഭഗവാൻ കാണുന്ന ആളാണ് സ്വാമിയാർ. സ്വാമിയെ കണ്ടപ്പോൾ തിരുമേനി പറഞ്ഞു, സ്വാമി, കുറച്ചു നാളായി അടിയനു വല്ലാത്ത വയറുവേദന, അത് ഒന്ന് മാറ്റിത്തരുവാൻ ഭഗവാനോട് പറയണം. ശരി എന്ന് പറഞ്ഞ് സ്വാമിയാർ ശ്രീകോവിൽ എത്തി. അപ്പോൾ കണ്ണൻ സ്വാമിയാരോട് പറഞ്ഞു, ഞാൻ കേട്ടു, വേദന ഞാൻ മാറ്റിക്കൊടുക്കില്ല. അത് എന്താ കണ്ണാ അങ്ങനെ? സ്വാമിയാർ ഒന്ന് നോക്കിക്കേ, എന്റെ അരക്കെട്ടിലേക്ക് എന്നെ ഇടിച്ചതാ ചുവന്നു കിടക്കുന്നത് കണ്ടോ? എനിക്ക് നന്നായി വേദനിച്ചു. 7 ജന്മം കഴിഞ്ഞാലേ ആ വേദന മാറും. കണ്ണൻ വാശിയിൽ ആയിരുന്നു. അങ്ങനെ പൂജ എല്ലാം കഴിഞ്ഞ് പോകുവാൻ നേരം തിരുമേനി ചോദിച്ചു, ഭഗവാൻ എന്താ പറഞ്ഞത്? അപ്പോൾ സ്വാമി പറഞ്ഞു, 7 ജന്മം ആ വേദന ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറൂരമ്മ ക്ഷേത്രത്തിലേക്ക് വന്നു. തൊഴുതു പോകുവാൻ നേരം തിരുമേനിയോട് പറഞ്ഞു, എനിക്ക് 60 വയസ്സ് തികയുകയാണ്. ഇല്ലത്ത് സദ്യ ഉണ്ട്, അങ്ങ് വരണം. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് കുറച്ചു ദിവസമായി വയറുവേദനയാണ്. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ വന്നിട്ട് എന്തു ചെയ്യാനാ? അവിടുന്ന് വരണം, ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. അവിടെ വന്ന് സദ്യ കഴിച്ചാൽ എല്ലാ വേദനയും മാറും. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി തിരുമേനി സദ്യ കഴിക്കാൻ പോയി. അങ്ങനെ അമ്മ നിർബന്ധിച്ച് സദ്യ കഴിച്ചു. ഓരോ ഉരുള കഴിക്കുമ്പോഴും വേദന കുറഞ്ഞു തുടങ്ങി. അങ്ങനെ തിരുമേനിക്ക് സന്തോഷമായി. സദ്യ മുഴുവനും കഴിച്ചു. ഒരു ദിവസം സ്വാമിയാർ വരുന്നു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ വയറുവേദന മാറി. ഭഗവാനല്ല മാറ്റിയത്, കുറൂരമ്മയാണ്. അതൊന്ന് ഭഗവാനെ അറിയിക്കണം. സ്വാമിയാർ ശ്രീകോവിൽ എത്തിയപ്പോൾ അതാ കണ്ണൻ തല താഴ്ത്തിയിരിക്കുന്നു. അല്ല ഭഗവാനെ, അങ്ങ് അല്ലേ പറഞ്ഞത് ഈ വേദന 7 ജന്മം ഉണ്ടാകും എന്ന്? എന്താ ഉണ്ടായത്? അത് കുറൂരമ്മ പറ്റിച്ച പണിയാണ്. കുറൂരമ്മ പറഞ്ഞു, എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കൂ, ഭഗവാൻ അനുഗ്രഹിക്കും. ഇനി ആ വേദന ഉണ്ടാകില്ല എന്ന് എന്റെ ഭക്ത എന്നെ വിശ്വസിച്ച് ഇനി വേദന ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത് നടത്തിക്കൊടുക്കുകയല്ലേ പറ്റുകയുള്ളൂ. ഇതാണ് പൂണൽ ഗുരുവായൂരപ്പൻ. കയ്യിൽ ശംഖ്, ചക്രം, ഗദ, പത്മവുമായി നിൽക്കുന്ന സാക്ഷാൽ ഭഗവാൻ. പോളി മാർബിളിൽ ആണ് വിഗ്രഹം ചെയ്തിരിക്കുന്നത്. ഒരടി നീളമാണ് ഉള്ളത്. നമ്മുടെ കയ്യിൽ മൾട്ടി കളറും മറ്റൊന്ന് ഗോൾഡൻ കളറുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഗ്രഹം വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ ലഭ്യമാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. വേൾഡ് വൈഡ് ഡെലിവറി ലഭ്യമാണ്.